സർവചരാചരങ്ങളുടെയും ശാപം വീട്ടിലിരുന്നിട്ട് വാങ്ങുന്നവരാ നമ്മൾ. ഏത് 3 തെറ്റെന്നറിയോ? 1, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ എല്ലാ വസ്തുക്കളും ശപിക്കുന്ന. പിന്നെങ്ങനെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുക? നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഇടത് കൈകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ, ഇടയിലാണോ, ശേഷമാണോ? എപ്പോഴാ വെള്ളം കുടിക്കേണ്ടേ? എപ്പോഴാ? അവിടെ 2 അഭിപ്രായം. പോട്ടെ, ആദ്യം അല്ലെങ്കിൽ അവസാനം. പോട്ടെ, അത് ഞാൻ വിട്ടു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ ഇങ്ങനെ ആശ്രയിച്ചിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക്? ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചതെന്ന്? എന്തേ വലത് കൈ അള്ളാഹ് നിനക്ക് തന്നില്ലേ കുടിക്കാൻ? എന്തേ പടച്ചറപ്പ് നിനക്ക് വലത് കൈ തന്നില്ലേ? അതങ്ങ് ഒടിഞ്ഞു പോയോ, മുറിഞ്ഞു പോയോ? നിന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച എന്തേ സംഭവിക്കുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരല്പം എച്ചില് പറ്റും, അത്രയല്ലേ ഉള്ളൂ അല്ലേ? നീ കുടിക്കണ ക്ലാസ്സിനകത്ത് ഒരു ഇച്ചിരി എച്ചില് പറ്റും, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അള്ളാഹു വലത് കൈ കൊണ്ട് കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, ഇനിയിപ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തു. ഇടത് കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കുടിക്കണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ കുടിക്കേണ്ടത്? പഠിച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഴയ ആൾക്കാർ പറയും, ഭക്ഷണം കഴിക്കുമ്പോൾ കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരതൊന്നും പറയാറില്ല, ഇല്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല, അങ്ങോട്ട് കുഴച്ച് വാരിയിട്ട് അടിക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കുടിക്കുക. അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് ഗ്ലാസ് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ എങ്ങനെ കുടിക്കണം? ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനും പറ്റാതെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ കുടിക്കാൻ പറ്റൂ. അതും ഒരു കളിയാക്കല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്നത് ബാക്കി വെക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ഭക്ഷണങ്ങൾ ബാക്കി വെക്കുക. കടയിൽ പോയൊരു ചായ കുടിച്ചാലും ഒരല്പം അവന് വെച്ചേക്കും. കാരണം മൊത്തം കുടിക്കാറില്ല, ഇവൻ ആക്രാന്തം പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനാണല്ലോ. എന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ പരിപൂർണമായി കഴിക്കാറില്ല. കാരണം ആരെങ്കിലൊക്കെ പാത്രമൊക്കെ ഈ ഉസ്താദന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ നക്കി പഠിക്കണാണ്. എന്താ ഈ മനുഷ്യൻ എന്താ പട്ടിണി നടന്നിട്ട് വരിക? അങ്ങനെ ചിന്തിക്കാം. ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ ഇങ്ങനെ നക്കി പഠിക്കാറുണ്ട്, ഇങ്ങനെ തുടയ്ക്കാറുണ്ട്, കയ്യുറും ചാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇയാളെ പട്ടിണി നടന്നിട്ട് വരിക. എന്നല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വെക്കരുത്, ശാപം കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. വിളമ്പി കൊടുത്താൽ എല്ലാം കൂടെ എടുത്ത് ആ മനുഷ്യൻ്റെ പാത്രത്തിൽ ഇട്ടിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കും. തിന്നാൻ പറ്റുമോ? എല്ലാം കൂടെ വാരിയിടും. നമ്മൾ വിളമ്പി വാരിയിട്ട് കഴിഞ്ഞാൽ ഒന്നീ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ പിന്നെ പടച്ചവൻ എന്തോ ഇങ്ങനെ കൈ വറച്ചിട്ടാണ് വിളമ്പണത്, ഇത്തിരി ഇടത്തുള്ളൂ. അപ്പം അയാൾ വിചാരിക്കും എന്താ മനുഷ്യൻ ഇങ്ങനെ അണിക്കണേ. സത്യത്തിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം എടുത്തു വെക്കണം. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് പറയണം, ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്ത് തിന്നോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് സന്തോഷം. ഇത് നിന്റെ ഭവനം, നീ ആവശ്യമുള്ള നീ എടുത്ത് തിന്ന്, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ ബുദ്ധിമുട്ടിക്കലാകില്ല, ഭക്ഷണം ബാക്കി കളയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിനകത്ത് തന്നെ വേസ്റ്റ് വെക്കുന്നവരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. തിന്നുന്ന പാത്രം എത്ര വലിയ VIP ആണെങ്കിലും നോക്കിക്കേ, പടച്ചവൻ എങ്ങനെ കേട്ട് തിന്നാ എല്ല് സൈഡിൽ കാണും. പാത്രത്തിൻ്റെ ഒരു സൈഡിൽ എല്ല്, ഇപ്പുറത്തെ സൈഡിൽ മീന്, ഇപ്പുറത്തെ കരിയാപ്പല, ഇത്രയും മുളക് എല്ലാം ചുറ്റുഭാഗത്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് ആരോടാ പറയേണ്ടത്? നടന്ന് തിന്നുന്ന ആൾക്കാരോടാ, നിന്ന് തിന്നുന്ന ആൾക്കാരോട് ഇത് പറയും. ഇന്ന് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിന് വിളമ്പിക്കോണം, നിന്ന് തിന്നോണം. തിന്നോ, കുഴപ്പമൊന്നുമില്ല.
നിന്ന് തിന്നണമെങ്കിൽ തിന്നാം, നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം. മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു തരുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. മരുന്നുണ്ടാകില്ല പെങ്ങളെ, മരുന്നുണ്ടാകില്ല. രാവിലെ നിന്റെ വീട്ടിൽ ഓട്ട മത്സരവാ, ഉമ്മായും മോനും കൂടെ. രാവിലെ 8 മണിയായി മക്കളെ സ്കൂളിൽ വിടാ, നിന്നല്ല തിന്നുന്നത്, ഓടിയിട്ടാ തിന്നണേ. അള്ളാഹു പടച്ചവനെ ഓടിക്കോ, അവസാനം ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്ന് ഓടേണ്ട ഒരു ഗതി നിനക്ക് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലേ. രാവിലെ വീട്ടിൽ നോക്കണം, ഓടിച്ചിട്ടാ. എന്തേ നിന്റെ മക്കളെ പിടിച്ച് ഇരുത്തിയിട്ട് കൊടുക്കാറില്ല? നിന്റെ മക്കളെ പിടിച്ചിരുത്താൻ നിനക്കല്പം നേരത്തെ എഴുന്നേറ്റൽ എന്ത് സംഭവിക്കാം? എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം മക്കൾ കിടന്ന് കരയുന്നത് കാണേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത്, അത് താഴെ വെക്കണം. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്ക്, അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്ന പാത്രത്തിനകത്ത്, തിന്നുന്ന പാത്രത്തിൽ വെക്കരുത്. അതൊരു ജീവിയുടെ സ്വഭാവമാണ്. വേസ്റ്റിന്റെ നടുക്ക് നിന്ന് തിന്നുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ, ഞാനത് പറയുന്നില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മറ്റ് ചിലര് കയ്യിൽ വെച്ചിട്ടേ തിന്നത്തുള്ളൂ. ചിലർക്ക് ഭക്ഷണം ഡൈനിങ് ടേബിൾ ഒന്നും പോരാ, കൈയുടെ മുകളിൽ വെച്ചിട്ട്, ഇല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട്, അങ്ങനെയും തിന്നാൻ പാടില്ല. ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ സൂക്ഷിക്ക്, നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ സൂക്ഷിച്ചൂടെ? ഇന്ന് മുതൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ വലത് കൈയുടെ മുകളിൽ വെച്ചിട്ടേ കുടിക്കൂ. 2 എനിക്ക് ആവശ്യമുള്ളതേ കഴിക്കത്തുള്ളൂ, ഞാൻ വേസ്റ്റാക്കി കളയില്ല. 3 ഉസ്താദ്, തിന്നുന്ന പാത്രത്തിനകത്ത് വേസ്റ്റ് വെക്കൂല, നിന്നും നടന്നും തിന്നൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്ത് ഇന്ന് മുതൽ മുറുകെ പിടിക്കാമെന്ന് തീരുമാനമെടുത്ത് ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈ ഉയർത്തിയവരുണ്ടല്ലോ, അള്ളാഹു ഇന്ന് തരുന്ന പ്രതിഫലം പറയാ, പടച്ച റബ്ബി ദുനിയാവിൽ തരുന്ന പ്രതിഫലം പറയാ, മൻ ഹാഫള അലാ സുന്നതി അക്റമഹുല്ലാഹു ബിഅർബഅതി ഹിസാൽ. ഒരു ബിസ്മില്ല പറയാ തീരുമാനമെടുത്തവർക്കുള്ള പ്രതിഫലമാ, ഒരു ബിസ്മില്ല പറയാ തീരുമാനമെടുത്തവർക്കുള്ള പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്കതിന് പ്രതിഫലം തരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ വാപ്പാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. എല്ലാവർക്കും പബ്ലിസിറ്റി കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനുഷ്യനാകണമെന്ന് വല്ലാത്ത ഭോഗമാ. സ്വന്തം ഫ്ലെക്സ് അടിച്ച് വെക്കുന്നവരുണ്ട്, പരസ്യമായി സദഖ കൊടുക്കുന്നവരുണ്ട്, 4 പേര് കാണെ പള്ളി കെട്ടിക്കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും. ഒരു പള്ളിയിലെ ഇമാമിന്റെ അടുക്കലെങ്ങാണം നിന്നെ കുറിച്ച് ചോദിച്ചാ അവിടെ നിന്ന് പറയും, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു നല്ല ചെറുപ്പക്കാരരാ, ഈ നാട്ടുകാര് നിന്നെ ബഹുമാനിക്കും. ഒരു കള്ളുകുടികനും പെണ്ണുപിടികനും പലിശ തിന്നുന്നവനും വൃത്തികെട്ടവരുമല്ലടാ. 5 നേരം പടച്ചിറപ്പിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ടല്ലോ, നിസ്കാര തടമ്പുള്ള ഉപ്പമാരുണ്ടല്ലോ, കയ്യിലെ തസ്ബീഹ് നടത്ത് കയ്യിലെ തസ്ബീഹും പിടിച്ച് പടച്ചിറപ്പിനെ ശുക്ർ ചെയ്ത് നടക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവര് നിന്നെ ബഹുമാനിക്കുമോര്, അവര് നിന്നെ ആദരിക്കുമോര്, നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു പ്രതിഫലം തരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ഫുജറാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ലോകത്ത് ഒരാളെയും നീ ഭയപ്പെടണ്ട,
ഈ ലോകത്ത് ഒരു ശക്തിയെയും അള്ളാന്റെ റസൂല് പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും നിന്നെ ഭയപ്പെടും ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ച എല്ലാവരും നിന്നെ ഭയക്കുമ്പോൾ നിന്റെ ശത്രു നിന്നെക്കാലം കഴിവുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, പടമുള്ളവനാകട്ടെ, രാഷ്ട്രീയ ഫലമുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു അവന്റെ ഹൃദയത്തിനകത്ത് പേടി കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാണ്. അള്ളാഹുവേ, രാജ്യത്തെ രാജാക്കന്മാരെ മുഴുവനും യൂറോപ്പിന്റെ ഭരണാധികാരികളെ വിരുന്നിന് വിളിക്കുമ്പോ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യൂറോപ്പിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയോ. രാജാക്കന്മാരെ മുഴുവനും കൊട്ടാരത്തിന്റെ നടുവിലിരിപ്പുണ്ട്. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായി. എല്ലാവരും ഭക്ഷണപാത്രത്തിന്റെ മുന്നിലേക്ക് കഴിക്കാനിരിക്കുമ്പോ ഇബ്നു ആമിർ എന്ന പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് കൈ കഴുകിയിട്ട് വന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടുകയോ. അവിടെ നിന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയോ. താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണല്ലോ. ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ലോ. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടിട്ട് പിന്നെയും വാരി കഴിക്കുന്നത് കണ്ടപ്പോ തന്റെ മുന്നിലിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവനും പുച്ഛത്തോടെ നോക്കുകയാണ്. അവരുടെ നേതാവ് ചോദിച്ചു, ആമിറേ, എന്തിനാടാ എച്ചിരി വാരി തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? എന്തിനാ നീ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും നിനക്ക് കഴിക്കാറുള്ളതല്ലേ? ദാരിദ്ര്യം നിന്നെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ? അവരെല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പരിഹസിച്ചപ്പോ, കളിയാക്കിയപ്പോ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചാടിയിടിട്ട് തന്റെ പുറകിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നടുവിലെ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തിരുന്ന് അവിടുത്തെ രാജാവിന്റെ മുഖത്ത് ചൂണ്ടിയിട്ട്, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി, ഈ വിട്ടികൾക്ക് വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാൻ എന്നെ കിട്ടില്ലടോ. എന്റെ പ്രവാചകന്റെ സുന്നത്ത് ഞാൻ മുറുകെ പിടിക്കുമെന്ന് യൂറോപ്പിലെ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരന് പറയാറുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അള്ളാന്റെ റസൂലാ പറഞ്ഞത്, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഈ ലോകത്തൊരു വസ്തുവിനെയും അവ ഭയപ്പെടണ്ട, അത് മുഴുവനും അല്ലാഹുവേ അവനെ ഭയപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനോ, ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കൈകാലുകൾ കെട്ടിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കടത്തിയിരിക്കുകയോ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വെട്ടണമെന്ന് പറഞ്ഞു ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി, അല്ലാഹുവേ ഇവനെ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വാളെടുത്തിട്ട് വെട്ടുന്നതിന് വേണ്ടി മുകളിലേക്ക് ഉയർത്തുമ്പോ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയോട് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിളിച്ചു, ഹജ്ജാജേ, എന്നെ കൊല്ലാ പോവുകയാണോ? കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട്, കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, കിബിലയുടെ ഭാഗത്തേക്ക് മുഖമങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് വെട്ടാ പോകുന്ന ഹജ്ജാജിനോട് ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഹജ്ജാജ്, എടാ എന്റെ ജീവിതം അല്ലാഹുള്ളതോ, എന്റെ ആയുസ് പടച്ചറപ്പിനുള്ളതാടാ, എന്നെ കൊന്നാലും എനിക്കൊന്നുമില്ലടോ. ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക് കടന്ന് നീ ചാകണ്ടടോ. തല പിടിച്ച് തിരിച്ചിടുകയാണ്. എന്നിട്ട് വെട്ടുന്നതിന് വേണ്ടി വാടുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജേ, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുള്ളതാടാ, എങ്ങോട്ടിട്ട് വെട്ടിയാലും എനിക്കൊന്നുമില്ലടാ. തല പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു, തല പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു. പിന്നടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജേ, മണ്ണിലേക്ക് മുഖം താഴ്ത്തി വെച്ചിട്ട്
എന്നെ വെട്ടിക്കൊന്നാൽ എനിക്കൊന്നുമില്ലടാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പടച്ചറപ്പെന്നെ മണ്ണിൽ നിന്നാടാ സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത്. അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനം പിടിച്ച് മലർത്തി കിടത്തിയിട്ട് അതാ തന്റെ കഴുത്തിന് വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പഴും ചിരിച്ചുകൊണ്ട് വിളിച്ചു, ഹജ്ജാജേ ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എങ്ങനെ ഇട്ട് വെട്ടിക്കൊന്നാലും എനിക്കൊന്നുമില്ലടോ. ഇത് പറയാറുള്ള തന്നെ വെട്ടാ പോകുന്നവന്റെ മുഖത്ത് നോക്കി കെട്ടിച്ചിരിക്കുന്ന മുഖത്തോട് പേടിയില്ലാതെ പറയാറുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുവോ? അള്ളാന്റെ റസൂലാ പറഞ്ഞത്, അള്ളാന്റെ റസൂലാ പറഞ്ഞത്. എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ സർവചരാചരങ്ങളും അവനെ ഭയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കൈയുയർത്തിയവര്, കൈയുയർത്തിയ ഉപ്പ, കൈയുയർത്തിയ പെങ്ങള്, പടച്ചറപ്പ് നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുത്തന്റെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതി അല്ലാഹു തരില്ല. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പടച്ചവരെ യാചിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, പിരിവെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി, മക്കൾക്ക് ചികിത്സ നടത്താൻ വേണ്ടി, പെമ്മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പിരിവെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഉയർത്തിയ കൈ നിനക്ക് പൊക്കേണ്ട ഗതി വരൂല. ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരൂല. അല്ലാഹു നിന്റെ റിസ്കില് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ നാലാമത്തെ പ്രതിഫലം എന്തേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത ഉപ്പാ, നിന്റെ ആഗ്രഹമെന്ത്? നിന്റെ അഭിലാഷമെന്ത്? മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നിനക്ക് വല്ലാത്ത മോഹമല്ലേ? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത മോഹമല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാ അള്ളാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാൻ ഉറയ്ക്കും ചെറുപ്പക്കാരാ, ഈമാൻ ഉറയ്ക്കും പൊന്നുമോര്, അള്ളാഹു നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരും ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് നീ പ്രവാചകന്റെ സുന്നത്ത് മറഞ്ഞു കൊടുക്ക്. പ്രവാചകന്റെ സുന്നത്ത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവര് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്മാരുടെ കൂടെ ഓടുന്ന കാലവോ. പടച്ച റബ്ബിന്റെ ദീനിനെ നാണം കെടുത്തിയിട്ട് ഈ സമുദായത്തിന് പേരുദോഷം കൊടുത്തിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ കാലവാ. കോടതികളുടെ മുന്നിൽ കിടന്ന് യാചിക്കുന്ന ഉപ്പമാരെ കണ്ടിട്ടില്ലേ? ഉമ്മമാരെ കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പൊന്നുമോളുടെ ഈമാൻ ഉറയ്ക്കടോ, നിന്റെ പൊന്നുമോളുടെ ഈമാൻ ഉറയ്ക്കടോ. ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? അത് കണ്ടവന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ഈമാനല്ല. ഒരുത്തന്റെ പണത്തിന്റെ മുന്നില്, ഒരുത്തന്റെ പ്രലോഭനങ്ങൾക്ക് മുന്നില് തകർന്നു പോകാത്ത ഈമാനാണ് പെങ്ങള്. ഏത് നിമിഷവും കടലൊന്ന് കേറി വന്നോ പൊന്നുമോളെ, പിന്നെ നീ ഇല്ലല്ലോ. ഈ കടപ്പുറത്ത് കടന്നിട്ട് പോലെ പടച്ചറപ്പിനെ കുറിച്ച് പേടിയില്ലാത്ത പെണ്ണ് മോളെ, ഒരു രാത്രിയെങ്കിലും നിനക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമോ? പടച്ചവരെ, പണ്ടൊക്കെ തിര മുമ്പോട്ട് കയറി വന്നാ പേടിച്ചാമാരായിരുന്നല്ലോ. പണ്ട് തിര മുന്നിൽ കടലും ഇങ്ങോട്ട് കയറി വന്നാൽ മാത്രമേ ഭയപ്പാടുണ്ടായിരുന്നുള്ളൂ. ഇന്നിറങ്ങിയാലും പേടിയാ.
ഇന്നിറങ്ങിയാലും പേടിയാ. പടച്ചവരെ, കടലിൽ മീൻ പിടിക്കാൻ പോയ 100 കണക്കിന് പേരുടെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. അങ്ങനെ പടച്ചറപ്പിന്റെ അദാബ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പടച്ചറപ്പിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണ്. പോയതൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ, പോയതൊക്കെ പോകട്ടെ ഉമ്മോ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, മോളെ, ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ? മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനത്തെവളെന്നറിയുവോ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ഖുറൈശികളിട്ട് തല്ലിച്ചതയ്ക്കുകയോ. തന്റെ പൊന്നാര മകൻ മുമ്പിൽ നിൽപ്പുണ്ട്. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ചെയ്ത തെറ്റെന്തെന്നറിയുവോ? അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത് കൊണ്ടോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അമ്മാർ യാസിർ പടച്ചവരെ ഈ കുടുംബത്തെ മുഴുവനും തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിന് മുന്നിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടുകയാണ്. എന്നിട്ട് തലകീടോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ. ഒരു പച്ച മനുഷ്യര് ആടിക്കത്തുന്ന തീക്കകത്തിങ്ങനെ അതാ തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയാണ്. പടച്ചവരെ, അവിടെ നിന്ന് പച്ച ഇറച്ചി കത്തുകയാ. മുഖത്തുകൂടെ തലയിലെ മുടിയിലൂടെ പടച്ചവരെ തീ ഇങ്ങനെ പതാ ശരീരം മുഴുവനും ഇങ്ങനെ പടരുകയാണ്. മരണപ്രാളത്തിൽ കിടന്ന് കരയുകയോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റബ്ബേ തീക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ കരയുമ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയോ. മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ശരീരത്തിലെ തീ മുഴുവനും അണഞ്ഞു. പടച്ച റബ്ബേ, ഈ എല്ലുകൾ വെളിയിൽ കാടുകയോ, ഈ എല്ലുകൾ വെളിയിൽ കാടുകയോ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂല് കിടന്ന് വരികയാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാന്റെ നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ സുമയ്യ. തോറ്റുകൊടുക്കല്ലേ സുമയ്യ. അള്ളാന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. പ്രവാചകന് സ്വർഗത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ഇവന്മാര് നമ്മളെ കൊന്നാൽ, ഇവരെന്തൊക്കെ ദ്രോഹം ചെയ്താൽ പടച്ചറപ്പിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. നമ്മളൊക്കെ മുസ്ലിമീകളോ, നമ്മള് സ്വർഗത്തിലോ. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധൈര്യം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ അവിടെ നിന്ന് കുത്തിയിറക്കുകയാണ്. വയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. അബൂജഹല് സുമയ്യാനെ ചവിട്ടി തറയിലേക്ക് ഇടുകയാണ്. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ആ കിടപ്പിലും കിടന്ന് പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹല് കഴുത്തിലെ കേട്ട് അതാ തന്റെ കാലെടുത്ത് ചവിട്ടുകയാണ്. സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുകയോ. അപ്പഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു
അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ല, പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ഈമാൻ എന്ന് പറഞ്ഞാലെങ്ങനോ, ഈമാൻ എന്ന് പറഞ്ഞാലെങ്ങനോ. ഇതുപോലെ ഒരു ഈമാവേടോ, ഇതുപോലെ ഒരു ഈമാവേടോ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ആ മനുഷ്യന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്ക്, പെൺമക്കൾക്ക് അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പറഞ്ഞു കൊടുക്ക്. അപ്പം മക്കൾ അനുസരിക്കും. പിന്നെ യവൻ വന്ന് വിളിച്ചാലും നിന്റെ മക്കൾ ഓടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലേ, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പെൺകുട്ടികളെ ഒന്നും കുറ്റപ്പെടുത്തൂല. പെൺകുട്ടികളെ ഒളിച്ചോടിപ്പോയി 5 എണ്ണം പോയെങ്കിൽ പോട്ടെ, 5 എണ്ണം അല്ല 50 എണ്ണം പോയാലും നമുക്ക് ഇവിടെ എന്താ, പോകേണ്ടവരൊക്കെ പോകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾ നശിക്കാനുള്ള ഒന്നാമത്തെ കാരണം മാതാപിതാക്കൾ തന്നെ. ഉമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യത്തെ മദ്രസ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ നിന്നെ കണ്ടാ നിന്റെ മോള് പഠിച്ചത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് നിന്റെ മക്കളെ സ്നേഹിക്കാനോ സംസാരിക്കാനോ സമയമില്ല അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മൾ നിസ്സാരമായി ഒരു നല്ല കുട്ടിയെ കിട്ടണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ സാലിഹായ മക്കളെ കിട്ടൂ. അള്ളാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ കിട്ടൂല. നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ മക്കൾ, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ 2ാമത്തെ അവകാശി അത് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി, 11 മണി ആയതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു 15 മിനിറ്റും കൂടെ, ഇല്ലെങ്കിൽ പറയാം. എന്ത് വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വയ്യാതെ വന്നതല്ലേ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? എന്ത് വേണം? നിങ്ങൾ പറ. വേണോ? ഒരെണ്ണം കൂടെ പറയാ. ഇരിക്കുവോ? താല്പര്യമുള്ളവർ കൈപൊക്ക്. ആ, പോകേണ്ടവരൊക്കെ പോകട്ടെ. ബക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഓടുക. ഓടേണ്ടവരൊക്കെ ഓടട്ടെ. അസ്രായിൽ വരുമ്പോൾ ഓടാൻ പറ്റൂലല്ലോ. പറ്റുമോ? അസ്രായിൽ വരുമ്പോൾ ഓടാൻ പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ ഓടി നോക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3ാമത്തെ കാര്യം, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം വേണമെങ്കിൽ 3ാമത്തെ കാര്യം, തൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് അൽഹംദുലില്ലാഹ് ഫിർദൗസ് എന്ന സ്വർഗം അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾ. പടച്ചോനെ, ഇന്ന് ആർക്കാ ഉമ്മാനെ ഉപ്പാനെ സ്നേഹമുള്ള? ഇന്ന് ഉമ്മായ ഉപ്പായ സ്നേഹമുള്ള എത്ര മക്കളുണ്ട്? മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന. ഇന്ന് രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്ന ഉമ്മാനോട് പറയും, കിളവി വല്ലതും തിന്നിട്ട് മിണ്ടാതെ ഇവിടെ കിടന്നോണം. ഉമ്മാനോടാ പറയണേ. ഉപ്പാനെ തല്ലുന്ന മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ. ഉമ്മയാരെന്നറിയോ? ഉമ്മയാരെന്നറിയുവോ? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാ മോനെ സ്വർഗം. പോയി നോക്ക്. എൻ്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ? വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയും ഉമ്മയും, വാപ്പയും ഉമ്മയും അവരെ വേദനിപ്പിച്ചാൽ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ, ഖസ്റത് ദുനിയ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതൊരു കാരണവശാലും എന്തൊക്കെ വിഷയം സംഭവിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയും, കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊരാഗ്രഹം, ഭർത്താവിൻ്റെ ഉമ്മാനെ ഇഷ്ടമല്ല.
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് മകനെയും ഉമ്മാനെയും 2 തട്ടിലാക്കും. എന്തിനാ? അവളുടെ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ നീ എപ്പോഴും ഉമ്മയായിട്ട് നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ ഉമ്മയായിട്ട് കാണും. കാരണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മായുമായിട്ട് നിന്റെ ഭർത്താവിനെ നീ അകറ്റിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി സുഖിക്കാമെന്ന് നീ വിചാരിച്ച യോഗമില്ല പെങ്ങളെ. സ്വന്തം ഉമ്മായും ബാപ്പായും വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസമുണ്ടല്ലോ അല്ലാഹുവേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരുമ്മയെ കണ്ടോ. പടച്ചവനെ, ഉമ്മയും മക്കളും മത്സരമാണ്. ഉമ്മയും മക്കളും മത്സരമാണ്. എന്റെ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്. ഉമ്മയുടെ വയറിനകത്ത് മുഴ എന്തോ വന്നിട്ട് കുടലിലോ എന്തോ ക്യാൻസറാ ഉമ്മയ്ക്ക് അറിയില്ല ഉസ്താദെ. ഉമ്മയ്ക്ക് വയറുവേദനയാണെന്നാ ഞങ്ങൾ പറയണത്. ഉമ്മയ്ക്ക് അത് അറിയാത്തത് കൊണ്ടാ ഉമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇരിക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ സന്തോഷിച്ചു പടച്ചോനെ, ഇതുപോലെ 2 മക്കള്, ഉമ്മാനെ ഇത്രയും സ്നേഹിക്കുന്ന 2 മക്കള്. ഇറങ്ങാൻ സമയമായപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഉസ്താദിനെ ഒന്ന് എനിക്കൊന്ന് സംസാരിക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഉമ്മയുടെ റൂമിനകത്തേക്ക് കയറി ചെന്നു. ഉമ്മ മക്കളോട് 2 പേരും പറഞ്ഞൊന്ന് വെളിയിൽ പോകാൻ. ഉമ്മയെന്ന് പറഞ്ഞ ആരെന്നറിയോ? പഠിച്ചോ. 2 മക്കളോടും വെളിയിൽ പോകാൻ പറഞ്ഞു. കഥകൊന്ന് അടയ്ക്കുമോനെ. ഞാൻ ആ ഉമ്മാന്റെ ചാരത്ത് പോയിരുന്നു. ക്യാൻസർ രോഗമല്ലേ, ഉമ്മായിക്ക് അറിയില്ലല്ലോ. ഞാൻ അടുത്ത് പോയിരുന്നപ്പോ ആ ഉമ്മ എന്നോട് പറയുക, ഉസ്താദേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എൻ്റെ മക്കൾക്ക് ബാധ്യതയായി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം ഉസ്താദേ. എന്നിട്ട് പറയാ, എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം. അവര് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്നാ. അതുകൊണ്ട് ആ മക്കള് സന്തോഷത്തോടെ നടക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞ അവരുടെ കണ്ണ് നിറയുമല്ലോ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ അതാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഉമ്മ ആരെന്നറിയോ? അടുത്തൊരു പെൺകുട്ടി പടച്ചവനെ 8 മാസം ഗർഭിണിയാണ്. 8 മാസം ഗർഭിണിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സീരിയസാ, ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ മരിച്ചു പോകും. അല്ലാഹുവേ പടച്ചവനെ, ഉമ്മയുടെ വില എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 8 മാസം ഗർഭിണിയായ പെണ്ണിനോട് ഡോക്ടർ പറയാ, ഈ കുഞ്ഞിനെ പ്രസവിക്കണ സമയത്ത് ഉമ്മ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, വളരെ സീരിയസാ. ആ സമയത്ത് ആ പെണ്ണ് ചോദിച്ചെന്തെന്നറിയോ ഉസ്താദേ? ആ പെണ്ണ് ചോദിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാ, എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ, പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണ് മരിക്കാൻ വരെ 99% സാധ്യതയുണ്ട്. അപ്പോഴും അവളെക്കുറിച്ചല്ല ചിന്തിച്ചത്. ചിന്തിച്ചത് ഡോക്ടറെ, എൻ്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ. അതാ നമ്മുടെ ഉമ്മ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട്, ഓടേണ്ടവർക്കൊക്കെ ഓടാം, ഒളിച്ചോടേണ്ടവർക്കൊക്കെ ഓടാം. ഓടിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഉമ്മാനെ നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിക്കും, നിനക്ക് കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ മുഴുവനും ഉമ്മാന്റെ സ്വഭാവമല്ലേ മോട് കാണിക്കൂ എന്ന് നാണം കെടുത്തിയാലും നിനക്കൊന്നുമില്ല. പ്രശ്നം 2-3 ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു. ഒരാഴ്ച മുമ്പ് പള്ളികളിലൊക്കെ പോയി പിരിവെടുത്തൊരു വാപ്പ. പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പിരിവെടുക്കും തൻ്റെ മോളെ കെട്ടിക്കാൻ. അല്ലാഹു പടച്ചോനെ 5-6 പവൻ സ്വർണം ആ പാവ ഉപ്പ പിരിച്ചു. ഞായറാഴ്ച കല്യാണം. വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് പിരിവായിട്ട് വാപ്പ വന്നപ്പോൾ പടച്ചോനെ, ആ പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അള്ളാഹു ആ വാപ്പ വീണതാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഓടേണ്ടവർക്കൊക്കെ ഓടാ. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അഭിമാനമുണ്ട് പെണ്ണെ. എൻ്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയടി, എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ, പൊന്നുമോളെ, ഈ നാട്ടിൽ ഈ കൂട്ടത്തിലൊരു പെണ്ണിരിപ്പുണ്ട്. ഞാൻ പറയാ, സഹാബി വനിതയുടെ ചരിത്രമൊന്നും ഞാൻ പറയില്ല.
നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, 34 വയസ്സുണ്ട് ആ പെണ്ണിനെട്ടാ. എടി അവളാണ് നല്ല ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പറഞ്ഞവള്. ഞാൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും. 34 വയസ്സുള്ളൊരു പെൺകുട്ടി ഈ സദസ്സിനകത്തിരിപ്പുണ്ട്. അവളെ പോലെ നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരാൻ വേണ്ടി ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യും. കാരണം ആ 34 വയസ്സുള്ള പെൺകുട്ടി എന്നോട് കരഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി ഉസ്താദെ, 34 കൊല്ലമായി. ഇന്ന് ഞാൻ അള്ളാനെ പേടിച്ചാ ജീവിക്കണത്, അള്ളാനെ പേടിച്ചാ ഞാൻ ജീവിക്കുന്നത്. പടച്ചവനെ, എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞൊരു പെണ്ണി സദസ്സിലിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, അവളാ മോളെ പെണ്ണ്. 34 കൊല്ലമായിട്ടും അവൾക്കും വിചാരമുണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച് കഴിയുന്നവൾ. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു നല്ല ഒരു ജീവിതം തരുമെന്ന പ്രതീക്ഷയോടെ ഈ സദസ്സിൽ ആ പൊന്നുമോളിരിപ്പുണ്ട്. അള്ളാഹുവേ, ആ മകൾക്ക് നീ നല്ല ഒരു ജീവിതം കൊടുക്കണേ പടച്ചവനെ.